ഇസ്രയേൽ ഹിസ്ബുള്ളയെ ആക്രമിക്കുക എന്നുള്ളത് അവരുടെ ഒരു ലക്ഷ്യമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഹിസ്ബുള്ളയുടെ നേതാക്കളെല്ലാം തന്നെ അതിൻ്റെ കൊല്ലപ്പെട്ടു പേജർ ആക്രമണത്തിൽ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ളയിലെ ഈ നേതാക്കളെയും അവരുടെ ഭീകരവാദികളെയൊക്കെ കൊല്ലാനായിട്ട് നടത്തിയ ആക്രമണത്തിൽ അവരുടെ റോക്കറ്റ് ആക്രമണത്തിന് നേതൃത്വം നൽകുന്ന ഇബ്രാഹിം കുബൈസി കൊല്ലപ്പെട്ടു എന്ന് സ്ഥിരീകരിക്കപ്പെട്ടു. അപ്പോൾ ഇവർ മുഴുവൻ ഈ പറയുന്ന ബെയ്റൂട്ടിലേക്കാണ് പോകുന്നത്, ലെബനിലെ ജനങ്ങൾ. അവിടേക്കും ഇസ്രയേൽ ആക്രമണം നടത്തുകയാണ്. ഇപ്പം മരണസംഖ്യ ഏതാണ്ട് 600-നോട് അടുത്തു. സ്ത്രീകൾ 100-ഓളം പേര് മരിച്ചു, കുട്ടികളുടെ എണ്ണം 50-ലധികമായി, ആരോഗ്യ പ്രവർത്തകർ പരിക്കേറ്റു. അപ്പോൾ ഈ ആക്രമണം ഇങ്ങനെ തുടർന്നുകൊണ്ട് പോയാൽ ഒരു ഇരട്ട പോർമുഖം തുറക്കുകയാണോ ഇസ്രയേൽ ചെയ്യുക? ഹമാസിനെയും ഒരുപോലെ ഹിസ്ബുള്ളയെയും? അല്ല, ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഇസ്രായേൽ ഫലസ്തീൻ ഇഷ്യൂ ഈ പുതിയ നൂറ്റാണ്ടിൽ പുതിയൊരു വഴിത്തിരിവിൽ എത്തി നിൽക്കുകയാണ്. ഒന്ന്, ലോകം മുഴുവൻ മുറവിളി കൂട്ടിക്കൊണ്ടിരുന്നാലും ഫലസ്തീൻ ഇഷ്യൂ എന്നേക്കുമായി പരിഹരിച്ചേ അടങ്ങൂ എന്നൊരു നിലപാട് ഇസ്രായേൽ സ്വീകരിച്ചിട്ടുണ്ട്. 2, ഫലസ്തീനെ സഹായിക്കാവുന്ന ഒരു മനസ്സ്, സഹായിച്ചുകൊണ്ടിരുന്നൊരു മനസ്സ് ചരിത്രത്തിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ 75 കൊല്ലത്തിനിടയിൽ, 948 മുതലുള്ള 10-75 കൊല്ലത്തിനിടയിൽ പ്രധാനപ്പെട്ട ഫലസ്തീന് ചുറ്റുമുള്ള അറബ് രാജ്യങ്ങൾ മുഴുവൻ ഫലസ്തീൻ അനുകൂലമായൊരു മനസ്സ് സൂക്ഷിച്ചിരുന്നു. അത് ഏറെക്കുറെ ഇപ്പം നിശബ്ദമായിട്ടുണ്ട്. ഫലസ്തീനെ സഹായിക്കാൻ ഒരു അറബ് രാജ്യവും ഇല്ലാത്ത അവസ്ഥ വന്നിട്ടുണ്ട്. ഇപ്പോൾ അവശേഷിക്കുന്ന ഒരേ ഒരു രാജ്യം ലെബനോൺ ഔദ്യോഗികമായിട്ടല്ല. ലെബനോണിൽ ഹിസ്ബുള്ളക്ക് ബേസുണ്ട്. ആ ബേസ് ഉണ്ടാകുന്നത് തീർത്തും ഒരു ഷിയ പൊളിറ്റിക്സിൻ്റെ ഭാഗമാണ്. ഹിസ്ബുള്ള ഷിയ രാജ്യമായ ഇറാൻ്റെ പിന്തുണയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു തീവ്രവാദ പ്രസ്ഥാനമാണ്. ഈ ലെബനോണിൽ അവർക്ക് നല്ല ബേസുണ്ട്. ഹിസ്ബുള്ളക്ക് ബേസുള്ളൊരു വലിയ പ്രദേശം, വലിയ ഏരിയ ഉണ്ട്. ലെബനോൺ ഗവൺമെൻറ്റിൻ്റെ മൗനസമ്മതമുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ ഫലസ്തീൻ അനുകൂലമായ മനസ്സ് സൂക്ഷിക്കുന്ന ഒരു വ്യംഗ്യമായിട്ടല്ലെങ്കിൽ പരോക്ഷമായിട്ടെങ്കിലും സൂക്ഷിക്കുന്ന ഒരു നാടാണ് ലെബനോൺ. ആ ലെബനോണിൽ ഹിസ്ബുള്ള തീവ്രവാദം ശക്തിപ്പെട്ടു വരുന്നുണ്ട്. ഹിസ്ബുള്ള ഹമാസിനെ സഹായിക്കുന്നുണ്ട്. ഹമാസിനെ സഹായിക്കുന്നതിനും ഈ ഒരു രാഷ്ട്രീയമുണ്ട്. ഷിയ തീവ്രവാദികളായ, ഷിയ രാജ്യമായ ഇറാൻ്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഷിയ തീവ്രവാദ പ്രസ്ഥാനമായ ഹമാസ്, സുന്നി രാജ്യമായ ഫലസ്തീനിലെ അറബ്സ് എന്ന് പറഞ്ഞാൽ സുന്നികളാണ്, അതിൽ ഷിയാക്കൾ നന്നേ കുറവാണ്. അപ്പോൾ ഈ സുന്നികളായ അത് ഒരു വളരെ കൃത്യമായൊരു മെസ്സേജ് കൊടുക്കുന്നുണ്ട്. ഫലസ്തീനെ ഇക്കാലം അത്രയും സഹായിച്ചുകൊണ്ടിരുന്ന വിഖ്യാതമായ അറബ് രാജ്യങ്ങളൊക്കെ തന്നെ, പ്രമുഖ അറബ് രാജ്യങ്ങളൊക്കെ സുന്നി രാജ്യങ്ങൾ, അതിനകത്ത് ഷിയ രാജ്യങ്ങളില്ല. ഈ സുന്നി രാജ്യങ്ങളൊന്നും സുന്നി രാജ്യമാകേണ്ട, ഇനിയും രാജ്യമായിട്ടില്ലാത്ത, ഇനി ഒരു പക്ഷേ രാജ്യമാകാൻ പോലും യോഗമില്ലാതെ പോകാനിടയുള്ള ഫലസ്തീനെ സഹായിക്കാൻ സുന്നി രാഷ്ട്രങ്ങളൊന്നും ഇല്ലാത്ത കാലത്ത് ഒരു ഷിയ രാജ്യമായ ഇറാൻ്റെ പിന്തുണയോടുകൂടി ഷിയ തീവ്രവാദികൾ ഹമാസ് എന്ന സുന്നി തീവ്രവാദ പ്രസ്ഥാനത്തോട് ഐക്യപ്പെട്ടുകൊണ്ട് അവരെ പിന്തുണച്ചുകൊണ്ട് ഫലസ്തീന് വേണ്ടി പൊരുതുന്നു. അതുകൊണ്ട് ലോകത്തിലെ ഒരു സുന്നി ഇസ്ലാമിന് മീതെ ഒരു ഷിയ മേധാവിത്വവും ഷിയ പൊളിറ്റിക്സിൻ്റെ ഒരു അതിൻ്റെ ഒരു പ്രഭാവം കാണിക്കാൻ കൂടിയാണിത്. ഇത് ഇസ്രായേൽ തിരിച്ചറിയുന്നുണ്ട്. ഇസ്രായേലിന് വേണമെങ്കിൽ ഇസ്രായേൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ, ഇപ്പോൾ ഇസ്രായേൽ പാർലമെൻറ്റിൽ, അമേരിക്കൻ പാർലമെൻറ്റിൽ നെതന്യാഹു പോയി പറഞ്ഞത്, ഞങ്ങൾ എന്തു വില കൊടുത്തും ആരൊക്കെ തന്നെ എതിർത്താലും ആരൊക്കെ തന്നെ ഞങ്ങളോട് സീസ് ഫയർ പറഞ്ഞുകൊണ്ടിരുന്നാലും ഞങ്ങളുടെ ദേശീയ സുരക്ഷ എന്ന പ്രശ്നം അവസാനിപ്പിച്ചേ ഞങ്ങൾ പിന്മാറുന്ന. അതിനവർ ചെയ്യുന്ന 2 കാര്യമാണ്. ഒന്ന്, അവിടെ നുഴഞ്ഞു കയറി കഴിഞ്ഞ ഒക്ടോബർ 7 കഴിഞ്ഞ കൊല്ലം അവിടെ 1500-ഓളം ഇസ്രായേലിയരെ കൊന്നു, 150-ഓളം പേരെ ബന്ദികളാക്കി. അപ്പോൾ ഈ ഹമാസിനെ അവസാനിപ്പിക്കുക എന്നത് അവരുടെ ഒരു നയമാണ്. ഹമാസിനെ അവസാനിപ്പിക്കാൻ എവിടെയൊക്കെ അവരുണ്ടോ അവിടെയൊക്കെ ചെന്ന്, അവരുടെ തട്ടകങ്ങളിൽ ചെന്ന്, അവർ ഏതൊക്കെ നിരപരാധികളായ മനുഷ്യർക്കിടയിൽ മനുഷ്യ കവചം തീർത്ത് ഒളിഞ്ഞിരിക്കുന്നുണ്ടോ, ആശുപത്രികളോ ചന്തകളോ മാർക്കറ്റുകൾ, എവിടെയൊക്കെ സിവിലിയന്മാരുണ്ടോ അവരെയൊക്കെ കൊന്നൊടുക്കിയാൽ പോലും ഹമാസിനെ അവസാനിപ്പിക്കുക എന്ന നയം ഒരു ഭാഗത്ത്. 2, അവരുടെ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിച്ച് അവർക്ക് മുമ്പിലുള്ള ഒരു രേഖയെ അവർ ലംഘിക്കുകയാണ്. ആ രേഖ ലംഘിക്കുന്ന വേറൊന്നും കൊണ്ടുമല്ല, ഒരു ആഗോള കരാർ UN ഉണ്ടാക്കുന്നത് 2 കൂട്ടർക്കും അംഗീകരിക്കാനാണല്ലോ. 2 കൂട്ടരും അംഗീകരിച്ച കരാർ അവർ പരസ്യമായി ലംഘിക്കുകയാണ്. അത്
അത് റിവർ ടു സീ ആയിരുന്നു അവരുടെ ബോർഡർ എന്ന് പറഞ്ഞാൽ ജോർഡാൻ റിവർ തൊട്ട് ജോർഡാൻ റിവറിൻ്റെ കിഴക്ക് ഭാഗം ഇസ്രായേലും പടിഞ്ഞാറ് ഭാഗം പലസ്തീനുമാണെന്നാണ് പഴയ കണക്ക്. അതുപോലും വിസ്തൃതി നോക്കുമ്പോൾ അത് ശരിയല്ല, ജനസംഖ്യാനുപാതികമായ വിസ്താരം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് 48-ലെ ആ കരാറ് അറബ് പക്ഷം അംഗീകരിക്കാതെ പോയത്. ഇന്നിപ്പോൾ ആ കരാർ ഇത്രയും കാലം അംഗീകരിച്ചിട്ടില്ലാത്തതുകൊണ്ട്, അറബ് ലോകം ഇപ്പോഴും അംഗീകരിച്ചിട്ടില്ലാത്തതുകൊണ്ട്, യാസർ അറഫാത്ത് അത് അംഗീകരിക്കാൻ തയ്യാറായിരുന്നെങ്കിലും ഈ ഹമാസിനെ പോലുള്ള തീവ്രവാദികൾ പിൽക്കാലത്ത് അത് ഒട്ടും അംഗീകരിക്കാത്തതുകൊണ്ട് ഇസ്രായേൽ സ്വീകരിച്ചിരിക്കുന്ന സമീപനം എന്താ? ഇസ്രായേൽ സ്വീകരിച്ചിരിക്കുന്നത് ഇനി ഞങ്ങളായിട്ട് ആ അതിരെ അംഗീകരിക്കേണ്ട കാര്യമില്ലല്ലോ, ഇനി ഞങ്ങൾക്ക് സി എന്ന് മാത്രമേ, സി ടു സി ആണ് ഞങ്ങളുടെ ബോർഡർ എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ഇപ്പോൾ നിലകൊള്ളുന്ന ഫലസ്തീൻ്റെ ഏതാണ്ട് ജോർഡാൻ റിവറിൻ്റെ കിഴക്ക് ഭാഗം മാത്രമല്ല പടിഞ്ഞാറ് ഭാഗത്തേക്കും ഞങ്ങൾ കയറും എന്ന് വളരെ ബോധപൂർവം പ്ലാൻഡായി ഡിക്ലെയർ ചെയ്തിട്ട് ജൂതന്മാരെ കൊണ്ടുപോയിട്ട് ഈ ഹമാസിലും വെസ്റ്റ് ബാങ്കിലും ഒക്കെ, ഹമാസ് മീൻസ് ഗാസയിലും വെസ്റ്റ് ബാങ്കിലും ഒക്കെ പാർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ബലമായിട്ട്. അപ്പോൾ ഫലസ്തീൻ എന്ന ഒരു രാജ്യത്തിൻ്റെ അടയാളം ചരിത്രത്തിൽ നിന്ന് ഇല്ലാതാക്കാൻ തന്നെ ഇസ്രായേൽ തീരുമാനിച്ചു എന്ന് വേണം കരുതാൻ. ആ ഓപ്പറേഷൻ അതാണിപ്പോൾ സിനുജി പറഞ്ഞത്, ദ്വിമുഖമായ, സത്യത്തിൽ അത് ഏകമുഖം തന്നെയാണ്. കാരണം ഇത് ഒരു ഭാഗത്ത് ഫലസ്തീൻ ഭൂപ്രദേശം, ഫലസ്തീൻ ഉപഭൂഖണ്ഡത്തെ സമ്പൂർണ്ണമായിട്ടും അവരുടേതാക്കി തീർക്കാൻ, ഇസ്രായേലാക്കി തീർക്കാൻ, ദർ ഇസ് നോ ഫലസ്തീൻ ഓൺലി ഇസ്രായേൽ എന്ന മട്ടിലുള്ള ഒരു ഭൂരേഖ മാറ്റി വരച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗത്ത്. അതിന് ആ ഒരു ഓപ്പറേഷനിടയിൽ ഇനി എവിടുന്നെങ്കിലും അവർക്ക് നേരെ ആക്രമണം വരാനിടയുണ്ടെങ്കിൽ അത് എവിടുന്നാണ് വരാനിടയുള്ള ഒരേ ഒരു വഴി ലെബനോണിൻ്റെ ഇസ്രായേൽ അതിർത്തി പ്രദേശങ്ങളിൽ ക്യാമ്പടിച്ചിരിക്കുന്ന ഹിസ്ബുള്ള തീവ്രവാദമാണ്. അതിൻ്റെ പിന്നിൽ ഇറാനല്ല ആരായിരുന്നാലും അവർ പ്രഖ്യാപിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അത് അവസാനിപ്പിക്കൽ കൂടി ഇതിൻ്റെ ഒരുമിച്ച് നടക്കേണ്ട ഒരു ഓപ്പറേഷനാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇസ്രായേലിനെ എന്തുകൊണ്ടാണ് അറബ് ലോകം ഭയപ്പെടുന്നത്? ഇസ്രായേലിൻ്റെ ഏറ്റവും പുതിയ, അവർ അഡ്വാൻസ്ഡാണ്. ഞാൻ പറഞ്ഞ അവർ ഭയപ്പെടണം എന്നല്ല, അവർ വെൽ ട്രെയിൻഡാണ്, വെൽ അഡ്വാൻസ്ഡാണ്. കാരണം ഒന്ന് ആലോചിച്ച് നോക്കൂ, ഏറ്റവും പുതിയ ലോകത്തിൽ പുതിയ വെപ്പൺസ് ആരാണ് ഡെവലപ്പ് ചെയ്യുന്നത്? എൻ്റെയും നിൻ്റെയും കയ്യിലുള്ള പേജർ, നമ്മുടെ കയ്യിലുള്ള ലാപ്ടോപ്പ്, നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ എപ്പോഴാണ് നമ്മുടെ തന്നെ നെഞ്ചത്ത് പൊട്ടിത്തെറിക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതാണല്ലോ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നടന്ന ആക്രമണം. ഒരു ആയുധവും പോണ്ട, ഒരു മിസൈലും വേണ്ട, ഒരൊറ്റ പട്ടാളക്കാരൻ്റെയും ജീവൻ കളയേണ്ട ഒരു ടെക്നോളജി കൊണ്ട് അവിടെ ഉപയോഗിക്കുന്ന ഒരു കമ്പനിയുടെ മൊബൈൽ ഫോൺ ഒരു രാജ്യത്ത് എത്ര വിറ്റിരിക്കുന്നു എന്ന് കണക്കാക്കുക. ആ മൊബൈൽ ഫോണിൻ്റെ നെറ്റ്വർക്കിൽ സോഫ്റ്റ്വെയറിൽ കയറി ഇടപെടുക. അങ്ങനെ സാധിക്കുമെങ്കിൽ അതിനേക്കാളും വലിയ വെപ്പൺ എന്താ ഭൂമിയിൽ വരാനുള്ളത്? അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ദ്വിമുഖമല്ല, അത് ഏകമുഖം തന്നെയാണ് എന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഈ ലെബനനിൽ ഈ ജനവാസ കേന്ദ്രങ്ങളിലേക്കൊക്കെ ആക്രമണം നടത്തി. അപ്പോൾ ലെബനനിലെ ജനവാസ കേന്ദ്രങ്ങളിൽ നിന്ന് ആളുകളെ നിങ്ങൾ ഒഴിഞ്ഞു പോകൂ എന്ന് പറഞ്ഞിട്ട് അവരുടെ മൊബൈൽ ഫോണിലേക്ക്, ലാൻഡ് ഫോണിലേക്കൊക്കെ റെക്കോർഡഡ് സന്ദേശം വരികയാണ്. ഈ സന്ദേശം വരണമെങ്കിൽ ലെബനനിലെ വാർത്താ വിതരണ സംവിധാനം മുഴുവൻ ഇസ്രായേൽ ഹാക്ക് ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇവിടുന്ന് മാറിക്കൂ, നിങ്ങളുടെ വീടിൻ്റെ സ്വീകരണ മുറിയിലും അടുക്കളയിലുമൊക്കെ ഈ ഹിസ്ബുള്ളക്കാരും റോക്കറ്റും അതുപോലെ മിസൈലും ഒക്കെ കൊണ്ട് സൂക്ഷിച്ചിരിക്കുന്നു. കാരണം ഈ ഉപഗ്രഹ ചിത്രങ്ങൾ എടുക്കുമ്പോഴാണല്ലോ എവിടെയാണ് ഈ ആയുധശേഖരം എന്ന് കണ്ടെത്തുന്നത്. അപ്പോൾ ആയുധശേഖരം ഇരിക്കുന്നിടത്തേക്ക് ഇസ്രായേൽ ആക്രമണം നടത്തുമ്പോൾ അത് വീടുകളും മറ്റുമാണ്. അപ്പോൾ ഇവരെല്ലാം കൂടെ നേരെ ബെയ്റൂട്ടിലേക്ക് പോകുന്നു, തലസ്ഥാന നഗരിയിലേക്ക്. അപ്പോൾ ബെയ്റൂട്ടിലേക്ക് പോകുമ്പോൾ അവിടെ ചെല്ലുന്ന ഇവരെ പാർപ്പിക്കുന്ന അവിടുത്തെ സ്കൂളുകളിലോ ആശുപത്രികളിലോ കേന്ദ്രങ്ങളിലൊക്കെ ടെൻ്റ് അടിച്ചിട്ടൊക്കെ ആയിരിക്കും. അപ്പോൾ അവിടെ നിന്ന് വീണ്ടും ഹിസ്ബുള്ള റോക്കറ്റ് ആക്രമണം നടത്തുക. കാരണം ഇത് ഞങ്ങളുടെ അഭയാർത്ഥി കേന്ദ്രമാണ്, അല്ലെ അഭയാർത്ഥി ക്യാമ്പാണ്, ഇവിടേക്ക് അവർ ആക്രമിക്കില്ലല്ലോ. പക്ഷേ ഇസ്രായേൽ അങ്ങോട്ടേക്കും ആക്രമണം നടത്തും. എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു യുദ്ധത്തിൻ്റെ പരമ്പരാഗത നീതി, യുദ്ധത്തിൻ്റെ ഒരു നീതി ഉണ്ടല്ലോ, അതൊന്നും ഇനി ഇസ്രായേൽ പാലിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കഴിഞ്ഞ കുറേ കാലമായിട്ട് പാലിക്കുന്നില്ല. പക്ഷേ നമ്മൾ ഇസ്രായേലിനെതിരായി തീർച്ചയായിട്ടും യുദ്ധനീതി പാലിക്കുന്നില്ല. സിവിലിയന്മാരെ ആക്രമിക്കുക, ആശുപത്രികളെ, രോഗികളെ, സ്ത്രീകളെ, കുട്ടികളെ നിഷ്ഠൂരമായിട്ട് കൊല്ലുക എന്നൊക്കെ പറയുന്നത് മനുഷ്യത്വ വിരുദ്ധമാണ്. തീർച്ചയായിട്ടും യാതൊരു തർക്കവുമില്ല. പക്ഷേ ഇങ്ങനെ അതിനെതിരായി ലോകം മുഴുവൻ ശബ്ദമുയർത്തുമ്പോഴും ഇങ്ങനെ ഒരു വളരെ എക്സ്ട്രീമായ നിലപാടിലേക്ക് ഇസ്രായേൽ എന്തുകൊണ്ടാണ്? മാത്രമല്ല ഇവർക്കിതിൻ്റെ ഈ കൂട്ടക്കുരുതിയുടെ ദുരന്തം അനുഭവിച്ചൊരു ജനതയാണ് അവർ ഹോളോകാസ്റ്റ് നേരിട്ട ജനതയാണ്. ഇവരിതൊന്നും അറിയാത്തവരൊന്നുമല്ല. മാത്രമല്ല ജൂതന്മാരോട് ഈ ഹിറ്റ്ലർ കാണിച്ച, ജർമ്മനിയിൽ കാണിച്ച കുരുതികൾ മുഴുവൻ കണ്ടവരാണ്, അനുഭവിച്ചവരാണ്. അതിൻ്റെ അടുത്ത തലമുറയാണ്. കണ്ണീരും ചോരയും ഈ കരിഞ്ഞ മനുഷ്യമാംസത്തിൻ്റെ മണമൊന്നും അറിയാത്തവരല്ല അവർ.
ഇനി ജൂതന്മാർ കാണിച്ചത്, ഇപ്പോൾ ഈ കത്തോലിക്ക ക്രിസ്ത്യാനികളായ ജൂതന്മാർ, കത്തോലിക്ക ക്രിസ്ത്യാനികളായ ഈ ജർമ്മനിയിലെ ഹിറ്റ്ലറുടെ അനുയായികൾ അവിടുത്തെ ജൂതന്മാരോട് കാണിച്ചതിന് ലെബനോണിലെ ഷിയാക്കളോടും സുന്നികളോടും അല്ലെങ്കിൽ ഫലസ്തീനിലെ മുസ്ലിങ്ങളോടും കാണിച്ചിട്ട് എന്ത് എന്ന ചോദ്യമൊന്നും അവരുടെ മുമ്പിലില്ല. അവരുടെ മുമ്പ് സംബന്ധിച്ചിടത്തോളം അവർ ഒരു തലമുറയെ കൊടുത്തിട്ട് നേടിയെടുത്ത ഒരു രാജ്യമാണ്. ആ രാജ്യത്തിൻ്റെ സുരക്ഷ അവരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. ഇപ്പോൾ ഈ ടെക്നോളജിയെ, ഇപ്പോൾ ഈ പറഞ്ഞൊക്കെ വളരെ ശരിയാണ്. ഈ സാങ്കേതിക വിദ്യയെ, ആയുധവിദ്യയിൽ, എൻജിനീയറിങ്ങിൽ, AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ, ഇൻഫർമേഷൻ ടെക്നോളജിയിൽ ഒക്കെ അവർ നേടിയ ഏറ്റവും വലിയ വളർച്ചയുമാണല്ലോ ഈ ഞെട്ടിക്കുന്ന ആക്രമണം, ഈ പൊട്ടിത്തെറി. ഇതിനെ ചെറുക്കാൻ ആർക്കാണ് കഴിയുക? അതിനെ ചെറുക്കാൻ കഴിയുന്ന ലോകശക്തികളുണ്ട്, ഇല്ലേ? അവർക്കെന്തുകൊണ്ടാണ് ഇസ്രായേലിനെ ഒന്ന് ബലമായി രൂക്ഷമായി സംസാരിച്ചു അമേരിക്ക സൗമ്യമായി അപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, UK അപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, ചൈന മൗനം പാലിക്കുകയാണ്, റഷ്യ വളരെ 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 ടാക്റ്റിക്കലായ നിലപാടെടുത്തുകൊണ്ടിരിക്കുകയാണ്, ഇന്ത്യ എടുക്കുന്നത് വളരെ കൃത്യമായ നിലപാടാണ്. ഇപ്പോൾ ഫലസ്തീന് UN അംഗത്വം കൊടുക്കുന്നതിനെക്കുറിച്ച് വോട്ടെടുപ്പ് നടക്കുമ്പോൾ നമ്മൾ മാറി നിൽക്കും. മഹ്മൂദ് അബ്ബാസിനെ കാണുമ്പോൾ ഉഷാർ, നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് എന്ന് പറയും. എല്ലാവരും ടാക്റ്റിക്കലും ഡിപ്ലോമാറ്റിക്കുമായിട്ടുള്ള നിലപാടെടുക്കുകയാണ്. ഒരു കാര്യം തീർച്ചയാണ്, തങ്ങളുടെ ആയുധബലം കൊണ്ടുപോയിട്ട് ഇസ്രായേലിൻ്റെ നേരെ പ്രയോഗിച്ച് പാഴാക്കാൻ എന്നാണ് സംഘടിതം. ഇപ്പോൾ ചൈനയും റഷ്യയും സൗദി അറേബ്യ പോലും വിചാരിച്ചാൽ ചിലപ്പോൾ നടന്നേക്കും. അവരൊന്നും വിചാരിക്കില്ല. 2 കാരണം കൊണ്ടാണ്. ഒന്ന്, ഉള്ളിൻ്റെ ഉള്ളിൽ ഈ ഇസ്രായേൽ ഉയർത്തിപ്പിടിക്കുന്ന ഒരു കോസ് ഉണ്ടല്ലോ, അന്താരാഷ്ട്ര കരാറുകൾ അംഗീകരിക്കാതെ ഏകപക്ഷീയമായി ഇസ്രായേലിനെ ഒറ്റപ്പെടുത്തുകയും ഇസ്രായേലിനെ തകർക്കാൻ വലിയ യുദ്ധങ്ങൾ നയിക്കുകയും ഒരു ആഗോള കരാറും ഒപ്പിടാതെ പോവുകയും ഒക്കെ ചെയ്ത ഒരു കോസ് ഇസ്രായേൽ ഫലസ്തീൻ ഇഷ്യൂവിൽ ഇസ്രായേൽ ഉയർത്തിപ്പിടിക്കുന്ന കോസ് ശരിയാണ് എന്നൊരു തോന്നൽ ഗ്ലോബലി ഉണ്ട്. അങ്ങനെ ഒരു ഫീൽ നിലനിൽക്കുന്നുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം, ഇവരോട് അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി പ്രയോഗിക്കുന്ന രാജ്യരക്ഷാ നയങ്ങൾ, പരിപാടികൾ, അതവരുടെ ആഭ്യന്തര പ്രശ്നമാണല്ലോ. അതിനകത്ത് മറ്റു രാജ്യങ്ങൾ പോയി തലയിടേണ്ടതില്ല എന്ന് പണ്ട് ഇസ്രായേലിന് വേണ്ടി ആദ്യം യുദ്ധത്തിനിറങ്ങിയ 5 അറബ് രാജ്യങ്ങൾ ഇപ്പോൾ മൗനമാണ്. അവരൊന്നും ദുർബലന്മാരല്ല, ഇപ്പോഴും ശക്തന്മാരാണ്. എന്തുകൊണ്ട് അവരിറങ്ങുന്നില്ല? ഇപ്പോൾ ഇതിനിടയിൽ ആകെ നിലനിൽക്കുന്നത് ഈ സുന്നി മുസ്ലിം ലോകത്തിന് മീതെ അറബ് ലോകത്ത്, മുസ്ലിം വേൾഡിൽ സുന്നി ആധിപത്യത്തിന് മീതെ ഒരു ഷിയ ഞങ്ങളെ ഉള്ളൂ, ഈ പാവം പലസ്തീനികളെ രക്ഷിക്കാൻ എന്ന് വരുത്താനുള്ള ഒരു സെൻറ്റിമെൻസുമായി ഈ ഹിസ്ബുള്ള തീവ്രവാദികൾ ഇറങ്ങുമ്പോൾ ഇസ്രായേലിന് കൃത്യമായിട്ടത് മണക്കുന്നുണ്ട്. അവരെയാണ് ആദ്യം അമർച്ച ചെയ്യേണ്ടത്. ഒരു കാര്യം കൂടി ഉറപ്പാണ്, ഹിസ്ബുള്ളയെ അമർച്ച ചെയ്യാൻ ഇസ്രായേൽ ഇറങ്ങുമ്പോൾ അറബ് ലോകവും അതിനെ മനസ്സുകൊണ്ടെങ്കിലും പിന്തുണക്കും. കാരണം ഷിയ തീവ്രവാദം ലോകത്തിന് വലിയ അപകടമാണ് എന്ന് തിരിച്ചറിഞ്ഞവരാണ് ലോകത്തിലെ സമാധാനപ്രേമികളായ എല്ലാ മുസ്ലിം രാജ്യങ്ങളും. അത് തിരിച്ചറിയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഈ ആക്രമണത്തിൽ എനിക്ക് തോന്നുന്നില്ല ഇത് ഇങ്ങനെ അവസാനിപ്പിക്കാൻ ആർക്കെങ്കിലും കഴിയുമെന്ന് തോന്നുന്നില്ല. ആർക്കും കഴിയാഞ്ഞിട്ടല്ല, അതങ്ങനെയേ തീരുകയുള്ളൂ എന്ന ഒരു നീതി ഉണ്ടല്ലോ, എവിടെ ഒരു നൈതികത. ഇത് ആരുടെയൊക്കെയോ കർമ്മഫലമാണ്, അല്ലെങ്കിൽ ചരിത്രത്തിലെ മഹാബദ്ധങ്ങളുടെ പരിണതിയാണ് എന്നൊരു ബോധ്യം ലോകത്തിനുണ്ട്. അതുകൊണ്ടാണ് ഏകപക്ഷീയമായി നടക്കുന്നത്. അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ചെയ്യും. ഇപ്പോൾ ആലോചിച്ച് നോക്കൂ, അറബ് ലോകത്ത് ഒരു ചെറിയ പൊട്ടിത്തെറി ഉണ്ടാകുമ്പോൾ ഇറാഖ് പോയി കുവൈറ്റിനെ ആക്രമിച്ചപ്പോൾ ലോകം മുഴുവൻ ഇളകി മറിഞ്ഞില്ലേ? അറബ് ലോകം മുഴുവൻ നിലപാടെടുത്തില്ലേ? എന്താ ആരും മിണ്ടാനില്ലാത്തത്? അപ്പോൾ ഈ നൈതികതയുടെ പ്രശ്നം, രണ്ടാമത് ഈ പ്രായോഗികതയുടെ പ്രശ്നം, 3 ആഭ്യന്തര സുരക്ഷ. എന്തൊക്കെ പറഞ്ഞാലും ഒരു രാജ്യത്തിന് വളരെ പ്രധാനം. അതും വട്ടപൂജ്യത്തിൽ നിന്ന് ഉണ്ടാക്കിയെടുത്തൊരു രാജ്യമാണ് ഇസ്രായേൽ. 0-ൽ നിന്നുണ്ടാക്കിയെടുത്തതാണ്. അതും അവരുടെ പൂർവ്വപിതാക്കന്മാർ ഹോളോകാസ്റ്റിൽ കൊല്ലപ്പെട്ടതിന് പോലും കണക്ക് പറഞ്ഞ് ജർമ്മനിയിൽ നിന്ന് നഷ്ടപരിഹാരം വാങ്ങിച്ചിട്ട്, അന്താരാഷ്ട്ര കോടതിയിൽ പോയി നഷ്ടപരിഹാരം വാങ്ങിച്ചിട്ട് ആ കാശിന് ആയുധവും എൻജിനീയറിങ് രാജ്യപുരോഗതിയും നടപ്പാക്കിയിട്ട് ഉണ്ടാക്കിയൊരു രാജ്യമാണ് അത്. എനിക്ക് തോന്നുന്നു അവർ ഒരു തലമുറയുടെ ആയുസ് കൊടുത്ത് ഉണ്ടാക്കിയ ഒരു രാജ്യമാണ്. അവർ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുന്നതിന് ഈ ഡെഡിക്കേഷൻ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതൊരു കോസിന് വേണ്ടി നിലകൊള്ളുമ്പോൾ വളരെ പ്രധാനമാണ്.
അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ലോകം കാഴ്ചക്കാരായി നിൽക്കുന്നത് പോലെ നമുക്കും വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. അതിനകത്ത് നൈതികമായൊരു നിലപാടെടുക്കുമ്പോൾ ആളുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ട്. എന്നാലും ഈ ഹമാസിനെ തീർത്ത ഇസ്രായേലിൻ്റെ ഒരു നടപടി ഉണ്ടല്ലോ. ഇപ്പോൾ ഏതാണ്ട് ഹമാസ് അടങ്ങിയ മട്ട ആയുധങ്ങളൊക്കെ തീർന്നു, അവിടുത്തെ അംഗസംഖ്യയും കുറഞ്ഞു എന്ന് പറയുന്നത് ഹിസ്ബുള്ള ഇങ്ങോട്ട് ആക്രമിച്ചപ്പോൾ ഏതാണ്ട് ഇരുട്ടടി കൊടുക്കുന്നത് പോലെ ഇസ്രായേൽ തിരിച്ചങ്ങോട്ട് ആക്രമണം നടത്തി. ഇപ്പം സംഭവിച്ചതെന്ന് വെച്ചാൽ ഹിസ്ബുള്ളയുടെ കമാൻഡേഴ്സ്, അതായത് ലീഡേഴ്സ് എല്ലാം തന്നെ കൊല്ലപ്പെട്ടു. ഇനി താഴെ തട്ടുള്ള നേതാക്കളാണ്. അവരും ആക്രമണമായിട്ട് വന്നാൽ നിങ്ങളെ തീർക്കുന്നവരെ ഞങ്ങൾ യുദ്ധവുമായി മുന്നോട്ട് പോകുന്ന നിലപാട് ഇസ്രായേൽ കർശനമായിട്ട് എടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ അവിടുത്തെ ജനങ്ങളോട് പറയുന്നുണ്ട്, ബെഞ്ചമിൻ നെതന്യാഹു നിങ്ങളെയല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, പക്ഷേ നിങ്ങൾ അവരുടെ മനുഷ്യ കവചമായി മാറരുത്. അപ്പോൾ ഹിസ്ബുള്ളയെ തീർത്ത് തന്നെ ഈ പ്രശ്നം അവസാനിപ്പിക്കാനായിരിക്കും മാത്രമേ വഴിയുള്ളൂ എന്നുള്ള. മാത്രമല്ല അതിനിടയിലും നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഇത് എല്ലായിടത്തും ഉണ്ട് ഈ മുന്നറിയിപ്പ് കേട്ടോ. ഇതിപ്പോൾ ഗസയിലും അതുപോലെ വെസ്റ്റ് ബാങ്കിലും ഒക്കെ തന്നെ ഇത്തരം മുന്നറിയിപ്പുകൾ വ്യാപകമായിട്ട് നടക്കുന്നുണ്ട് അത്രേ. ഏത് സമയത്ത് ഇവിടെ ആക്രമണം നടക്കാം, ഇവിടെ ഈ ഹമാസുകാർ ഒളിച്ചിരിക്കുന്നുണ്ട്, നിങ്ങൾ മാറിപ്പോയിക്കോ എന്ന നിർദ്ദേശം. അത് അത്രയേ എനിക്ക് തോന്നുന്നു അവർ അത്രയെങ്കിലും ഒരു മനുഷ്യപ്പറ്റുണ്ടല്ലോ. ഞങ്ങൾ തീർച്ചയായിട്ടും നിരപരാധികളായ ഒരുപാട് മനുഷ്യന്മാരെ കൊല്ലേണ്ടി വരും, പക്ഷെ കൊല്ലുന്നതിന് മുമ്പ് രക്ഷപ്പെടുന്നവർ രക്ഷപ്പെട്ടോട്ടെ എന്നൊരു മനസ്സെങ്കിലും സൂക്ഷിക്കുന്നതിനെ നമ്മൾ നന്മയായിട്ട് കണ്ടാൽ മതി. കാരണം പക്ഷേ ഈ കൂട്ടക്കുരുതിക്കിടയിൽ അത്തരം നന്മകൾക്കൊന്നും പ്രസക്തിയില്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ നിവൃത്തിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുകൂടി ഇസ്രായേലിൻ്റെ ഒരു ചരിത്രപരമായ രാഷ്ട്രീയം കൂടി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ഫലസ്തീന് വേണ്ടി മിണ്ടുന്നത് എവിടെയുണ്ട്? ഫലസ്തീൻ പൊളിറ്റിക്സ് ആരും മിണ്ടുന്നില്ല. മുസ്ലിം ലോകത്ത്, മുസ്ലിം മാധ്യമങ്ങൾക്കിടയിൽ, മുസ്ലിം മീഡിയ ആരെങ്കിലും ഇപ്പോൾ പണ്ട് മുസ്ലിം ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായിരുന്നില്ലേ ഫലസ്തീൻ? അതെ. ഇപ്പോൾ എവിടെ പോയി? അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ ഈ യാഥാർത്ഥ്യത്തിലേക്ക് പതുക്കെ മൗനം കൊണ്ടെങ്കിലും എല്ലാവരും തിരിച്ചറിയുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. നമുക്ക് കാത്തിരിക്കാം ബാക്കി ഡെവലപ്മെൻറ്റ്സ്. ഓക്കെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.